മക്കളെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നിങ്ങളോട് ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും സ്ട്രെയിറ്റ് ലൈൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നോക്കൂ, ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പരിശോധിക്കാം. ലെറ്റ് എ ബി ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ 3x + 2y = 14, 5x - y = 6. ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എ. അതേപോലെ ബി ബി ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ് 4x + 3y = 8, 6x + y = 5. ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. ദെൻ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 5 - 2 ആൻഡ് ദ ലൈൻ എ ബി. എയും ബിയും രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാൻ പറ്റുമല്ലോ. ആ എ ബി എന്ന ലൈനും ഈ പി എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നാ മക്കളോട് ചോദിച്ചത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എ എന്നല്ലേ പറയുന്നത്? ഇതല്ലേ എ, അല്ലേ? ഒന്നാമത്തെ ലൈന് പറയുന്നത് 3x + 2y = 14. അടുത്ത ലൈന് പറയുന്നത് 5x - y = 6. ഇത് രണ്ട് സോൾവ് ചെയ്താൽ കിട്ടുമല്ലോ, അല്ലേ? ഇത് രണ്ട് സോൾവ് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x - 2y = 12 എന്ന് കിട്ടും, അല്ലേ? ഇനിയോ രണ്ട് എന്താണ് ആഡ് ചെയ്തോ, 10x + 3x 13x കിട്ടും. ഇത് രണ്ടും കട്ടായി 12 14 26 എന്ന് കിട്ടും. 13x = 26 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ x2 എന്ന വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ y = നമുക്ക് എന്താ കിട്ടുന്നത്? 4 കിട്ടും. അപ്പൊ എയുടെ കോർഡിനേറ്റ് ആയി. ഇതേപോലെ ബി എന്ന പോയിന്റ് രണ്ട് ലൈന് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ? ഒന്നാമത്തെ ലൈന് പറയുന്നത് നോക്കണേ, 4x + 3y = 8. അടുത്തതോ 6x + y = 5. ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? അപ്പൊ അവിടെ നോക്കിക്കോ, സെക്കൻഡ് ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 18x കിട്ടും, ഇതെന്ത് കിട്ടും? 3y കിട്ടും, ഇതെന്ത് കിട്ടും? 15 കിട്ടും. ഇനി സബ്സ്ട്രാക്ട് ചെയ്തോ, 18x 4x 14x കിട്ടും, അല്ലേ? 3y ക്യാൻസൽ ആയി. അപ്പോൾ റൈറ്റ് സൈഡിലോ 15 - 8 7 എന്ന് കിട്ടും. അതായത് 14x = 7 എന്ന് കിട്ടും. അതിൽ നിന്ന് x = എന്താണെന്ന് നമുക്ക് കിട്ടും? 1/2 ആണെന്ന് കിട്ടും. എക്സ്, ഇത് ബിയുടെ എക്സ് കോർഡിനേറ്റ്. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 + 3y = 8 എന്ന് കിട്ടും. 3y 6 ആണ്, സോ y = 2 എന്ന് കിട്ടും. അതായത് അടുത്ത പോയിന്റും കിട്ടിക്കഴിഞ്ഞു. എങ്കിൽ എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ പോരെ? 2 പോയിന്റ് ഫോം അല്ലേ? 2 പോയിന്റ് ഫോം അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 2 പോയിന്റ് ഫോം നമ്മൾ എന്താ പഠിപ്പിച്ച്? y - y1 is equal to y2 - y1 divided by x2 - x1 into x - x1. ഈ ഫോർമുല ഉപയോഗിച്ചാൽ പോരെ? ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ ആരാണ്? 4. y - 4 is equal to y2 - y1, 2 - 4 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ 1/2 -2 ഇൻറ്റു x - x1 ആണ്. x1 is equal to 2 എന്ന് കിട്ടും, അല്ലേ? മക്കളെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? മക്കളെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത്? ഇത് y - 4 is equal to 2 ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ -4 ആയിട്ട് മാറും. അപ്പോൾ 1 - 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? -3 എന്ന് കിട്ടും. ഇൻറ്റു x - 2 എന്ന് എഴുതാം, അല്ലേ? ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -3y ആണ്, അല്ലേ? പിന്നെയോ -4x ആണ്. ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 4x കിട്ടി, -3y കിട്ടി. ഇനിയോ +4 = 0. ഇതാണ് കിട്ടുക. 4x - 3y + 4 = 0. ഇതാണ് എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ. നോക്കണേ, എ ബി എന്ന ലൈൻ, ഇത് എ ബി എന്ന ലൈൻ. എന്താ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്? 4x - 3y + 4 = 0. ഇതും ഏത്? പി എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. പിയുടെ കോർഡിനേറ്റ് 5 - 2.
സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4x. അപ്പോൾ 4 ഇൻറ്റു 5 മൈനസ് 3y 3 ഇൻറ്റു -2 പ്ലസ് 4 ആബ്സൊല്യൂട്ട് വാല്യൂ ആണല്ലോ അല്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3 ഹോൾ സ്ക്വയർ, മൊത്തത്തില് ആബ്സൊല്യൂട്ട് വാല്യൂ അല്ലേ. ന്യൂമറേറ്റർ 4 5 20, 3 2 6, 10 30 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ എന്താ കിട്ടുന്നത്, 4 സ്ക്വയർ 16 പ്ലസ് 9 25 എന്ന് പറയുമ്പോൾ 5 കിട്ടും, ഈസ് ഈക്വൽ ടു 6 എന്ന് ആൻസർ കിട്ടും. അതായത് എ ബി എന്ന ലൈനും 5 - 2 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 യൂണിറ്റ് ആണെന്ന് കിട്ടും. അതായത് ഏതാണ്, ഓപ്ഷൻ 4 ആണ് നമ്മളെ കറക്റ്റ് ആൻസർ ആണെന്ന് പറയാം. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആണെന്ന് പറയാം. ഓക്കെ ആണോ?